ഓരോ പദവും നമ്മൾ വളർന്ന വഴി കനവിൽ നിന്ന് സത്യത്തിലേക്ക് ഹൃദയം കൂടിയായി താങ്ങോട് ഒരു കഥ ഈ ജീവിതത്തിൽ അഴിച്ചകളും മനസ്സിലാക്കി ഇപ്പോൾ കട്ടിയെ തിരുത്താം. നമ്മളൊരു തിരക്കുള്ള രാത്രി ഒരു ബോധവും ചിത്രമായി തുടങ്ങിയെത്തിച്ച് നോക്കാതെ എല്ലാം സാധിച്ചു. കാരണം അറിയും പോലെ പ്രതിവാക്കും സത്യമായി നിന്റെയും കണ്ണും പോരാട്ടം ഒരു രാഗമായി കഥകളൊക്കെ പ്രാർത്ഥിച്ചു. ഈ ഭാവിയുടെ യാത്രയിൽ നമ്മൾ ഇറങ്ങിയാൽ മനസ്സസ്ഥലം തിരിച്ചു. ഇത് നമ്മുടെ വീട്, ഇടയിൽ ഒരു പ്രിയം, നമ്മുടെ കഥ ഇത് എങ്ങനെ പാവട പാവട ചേർന്നു വെള്ളം. ഇത് കഥ എങ്ങനെ നടക്കലിൻ കഴിഞ്ഞു. ഇത് വീട്, ഇടയിൽ നമുക്ക് ഭാവിയുടെ കോടും. ശൂന്യത്തിൽ നിങ്ങൾ ഹീറോ ആയി നടക്കുന്ന വർഷങ്ങൾ ഇതിലൊരു വെളിച്ചം ബന്ധം തുടങ്ങുന്നു. നമ്മുടെ കഥ തമ്മെ ചിന്തകൾ ഒരു സ്ട്രോം ഭൂമിയലിനാ തിരിച്ചു നോക്കി പുതിയൊരു രാഗം. എല്ലാരും പറഞ്ഞു എത്തൊരു പൊക്കരെ നമ്മൾ കൂടി കൂടി ഒരു സദം തിരുവിനു. പിന്നിൽ ആ രാത്രിയിൽ പടമിടക്കും ബദലേ നമ്മൾ വാഴും ഇത് കത്തി തുറന്നു. You know, it was never easy, but together we made it. From the smallest to the biggest step, it's all ours. എപ്പോഴും കൊതിക്കും മറുപുറം തുടങ്ങും നമ്മൾ തുടങ്ങും പടകൾ സൃഷ്ടിക്കും കനവിലും വിരുദ്ധങ്ങളും വീട് തുടങ്ങും പാവടപ്രിയം തിരിച്ചു പോക്കും. സഹപാഠനുകൾ ഒരു അമുതമാക്കി സത്യത്തിന്റെ പുരവും സ്നേഹത്തിന്റെ കണ്ണാടി ഇന്ന് നമ്മൾ കൂടി നടക്കയിൽ തുടങ്ങിയാൽ തിരിച്ചു പോക്കും വിശ്വാസത്തിന്റെ വക്രം. നിന്റെയും എന്നെ കണ്ണിൽ പോരാട്ടം ഒരു രാഗമായി കഥകളൊക്കെ പ്രാർത്ഥിച്ചു. ഈ ഭാവിയുടെ യാത്രയിൽ നമ്മൾ ഇറങ്ങിയാൽ മനസ്സസ്ഥലം തിരിച്ചു. ഇത് നമ്മുടെ വീട്, ഇടയിൽ ഒരു പ്രിയം, നമ്മുടെ കഥ ഇത് എങ്ങനെ പാവട പാവട ചേർന്നു വെള്ളം. ഇത് കഥ എങ്ങനെ നടക്കലിൻ കഴിഞ്ഞു. ഇത് വീട്, ഇടയിൽ നമുക്ക് ഭാവിയുടെ കോടും. ഞാനിവിടെ ഈ വീട് കാണുകയായിരുന്നു. ഏറ്റവും മനോഹരമായൊരു വീട്, ദൈവാനുഗ്രഹപ്രദമായൊരു ഭവനമാണ് കൃത്യമായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജെഫ്രി, ചിഞ്ചുവും ദൈവത്തിന് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഇതുവരെ പ്രതികാട്ടയെ പാടി പരിചയവും തിരിച്ചു മനസ്സിലെഴുതിയേ. When we first entered, this place felt like a dream. Now it feels like home because we made it together. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീകവും ശാരീരികമായ എല്ലാ അപകടങ്ങളിലൂടെ കാത്തുകൊള്ളണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. ആമേൻ. ധിപനാം കർത്താവേ, നിന്നെ വണങ്ങി. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന.
ഈജിപ്തിൽ വെച്ച് ദൈവം മൂശയോടും അഹ്റോനോടും ഇപ്രകാരം അരുളി ചെയ്തു, ഓരോരുത്തരും തന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ കട്ടളപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്നു ദൈവം. ഞങ്ങളുടെ വീടുകൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. നമ്മുടെ കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറിക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാരിൽ പ്രധാനിയും ഒരു ധനാഠ്യനുമായിരുന്നു. ഈശോയെ ഒന്ന് കാണുവാൻ അയാൾ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് അവിടുത്തെ കാണുവാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ സക്കേവൂസ് മുൻപേ ഓടി വഴിയിലുള്ള അത്യമാനത്തിൽ കയറി ഈശോയെ കാത്തിരുന്നു. എന്നാൽ അവിടത്തേക്ക് ആ വഴിയാണ് കടന്നു പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നോക്കി, സക്കേവൂസെ, വേഗം ഇറങ്ങി വരിക, ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ് എന്ന് അവിടുന്ന് അരുളി ചെയ്തു. സക്കേവൂസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷപൂർവ്വം അവിടുന്ന് സ്വീകരിച്ചു. കണ്ടു നിന്നവർ ഇയാൾ പാവയുടെ ആതിഥ്യം സ്വീകരിക്കുന്നുവല്ലോ എന്ന പുച്ഛഭാവത്തിൽ സംസാരിച്ചു. സക്കേവൂസ് ഒന്നും ഗവനിക്കാതെ അവിടത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എന്തെങ്കിലും മനുഷ്യനെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഈശോ അരുളി ചെയ്തു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ അങ്ങയുടെ പുതിയ കൽപ്പനയനുസരിച്ച് കൂടി ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ദരിദ്രരെ സഹായിക്കുവാനും എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുവാനും ജീവിത കർത്തവ്യങ്ങളെല്ലാം കുടുംബ പ്രതിഷ്ഠ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ ശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ഞങ്ങളിൽ ആർക്കെങ്കിലും ഉപദ്രവിക്കാനിടയായ ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെ വന്നിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബം മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി
ആ ജെഫ്രി ജിജോടെ പെണ്ണുകളിൽ നടന്നു. എന്നാലും അന്ന് തന്നില്ല, ഇന്ന് കിട്ടിയില്ലല്ലോ. കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ, കിളിപാടുന്ന പാട്ടെന്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം